കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന 10 റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 10ാമത്തേത് ആലുവ. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ആലുവ. NSG 3 കാറ്റഗറിയിലാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കൊച്ചി മെട്രോ റെയിൽ ആലുവയിൽ നിന്നാണ് പുറപ്പെടുന്നത്. പെരിയാറിൻ്റെ തീരത്താണ് ആലുവ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തേത് കോട്ടയം. NSG 3 കാറ്റഗറിയിലാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 5 പ്ലാറ്റ്ഫോമുകളും 1A പ്ലാറ്റ്ഫോമും ഇവിടെ ഉണ്ട്. ഇതിലെ പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കോട്ടയം. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമാണ് കോട്ടയം. എട്ടാമത്തേത് കൊല്ലം ജംഗ്ഷൻ. തിരുവനന്തപുരം, കായംകുളം, പുനലൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ പറ്റിയ ജംഗ്ഷനാണ് കൊല്ലം ജംഗ്ഷൻ. കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കൊല്ലം. 5 പ്ലാറ്റ്ഫോമുകളും 1A പ്ലാറ്റ്ഫോമും ഇവിടെ ഉണ്ട്. പ്രാചീന കാലം മുതലേ പ്രമുഖ തുറമുഖ പട്ടണമായിരുന്നു കൊല്ലം. NSG 2 കാറ്റഗറിയിലാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം ജംഗ്ഷൻ. ഏഴാമത്തേത് പാലക്കാട് ജംഗ്ഷൻ. ഒറ്റപ്പാലം, കോയമ്പത്തൂർ, പൊള്ളാച്ചി ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ പറ്റിയ ജംഗ്ഷനാണ് പാലക്കാട് ജംഗ്ഷൻ. കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് പാലക്കാട്. 5 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. NSG 2 കാറ്റഗറിയിലാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും.
ആറാമത്തേത് കണ്ണൂർ. NSG-2 കാറ്റഗറിയിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 3 പ്ലാറ്റ്ഫോമുകളും 1A പ്ലാറ്റ്ഫോമും ഇവിടെ ഉണ്ട്. 2 തുരന്തോ എക്സ്പ്രസ് ട്രെയിനുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. കേരളത്തിൽ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് സബ്വേയുള്ള 2 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കണ്ണൂർ. മലബാറിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ പുറപ്പെടുന്ന രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ. മലബാറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമാണ് കണ്ണൂർ. കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കണ്ണൂർ. അറബിക്കടലിനോട് ചേർന്നാണ് കണ്ണൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തേത് എറണാകുളം ടൗൺ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. 2 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. NSG-3 കാറ്റഗറിയിലാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കൊച്ചി പട്ടണത്തിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ. നാലാമത്തേത് തൃശ്ശൂർ. NSG-2 കാറ്റഗറിയിലാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. 4 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ വന്നുപോകുന്ന റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് ആയിട്ടാണ് തൃശ്ശൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. മൂന്നാമത്തേത് കോഴിക്കോട്. 4 വീതി വിശാലമായ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. NSG-2 കാറ്റഗറിയിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. മലബാറിലെ ഏറ്റവും വലിയ പട്ടണമാണ് കോഴിക്കോട്. അറബിക്കടലിനോട് ചേർന്നാണ് കോഴിക്കോട് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കോഴിക്കോട്.
കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പട്ടണമാണ് കോഴിക്കോട്. രണ്ടാമത്തേത് എറണാകുളം ജംഗ്ഷൻ. കോട്ടയം, ആലപ്പുഴ, തൃശൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ പറ്റിയ ജംഗ്ഷനാണ് എറണാകുളം ജംഗ്ഷൻ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. 6 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. കൊച്ചിൻ ഹാർബറിലേക്കും ഇവിടെ നിന്നും റെയിൽവേ റൂട്ട് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണമാണ് കൊച്ചി. ഇന്ത്യയിലെ പ്രമുഖ തുറമുഖ പട്ടണമാണ് കൊച്ചി. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കൊച്ചി. NSG 2 കാറ്റഗറിയിലാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ പുറപ്പെടുന്ന 2 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് എറണാകുളം ജംഗ്ഷൻ. ഒന്നാമത്തേത് തിരുവനന്തപുരം സെൻട്രൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. NSG 2 കാറ്റഗറിയിലാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമാണ് തിരുവനന്തപുരം. 5 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ പുറപ്പെടുന്ന 2 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം സെൻട്രൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളുടെ ആസ്ഥാനങ്ങൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അറബിക്കടലിനോട് ചേർന്നാണ് തിരുവനന്തപുരം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.